ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ യുവ പ്രതിഭയായ എൻട്രിക്കുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം ഇന്നലെ പ്രമുഖ സ്പാനിഷ് മാധ്യമമായ ഡയാരിയോ എസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് എൻട്രിക്ക് ലോണിൽ ക്ലബ്ബ് വിട്ടേക്കും എന്നുള്ള റൂമറുകൾ ഉണ്ടായിരുന്നു. 3 ക്ലബ്ബുകൾ അദ്ദേഹത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. റോമ, ആസ്റ്റൺ വില്ല, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്നിവരായിരുന്നു ഈ താരത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നത്. ഏറ്റവും ഒടുവിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അവസാനമായിക്കൊണ്ട് ഈ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തി എന്നാണ് ഡയാരിയോ എസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഈ സ്ട്രൈക്കറെ ലോണിൽ കൊണ്ടുവരാൻ താല്പര്യമുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ അവരൊരു ശ്രമം നടത്തി നോക്കി, പക്ഷെ അത് ഫലം കണ്ടിട്ടില്ല. ഹൊസെ മൊറീഞ്ഞോ അത് ബ്ലോക്ക് ചെയ്തു എന്നാണ് ഡയാരിയോ എസ് കണ്ടെത്തിയിട്ടുള്ളത്. അതായത് മൊറീഞ്ഞോയുടെ പ്ലാനുകളിൽ ഇപ്പോൾ എൻട്രിക്കിന് സ്ഥാനമുണ്ട്. 9-ാം നമ്പർ ജേഴ്സിയൊക്കെ അദ്ദേഹത്തിന് നൽകിക്കഴിഞ്ഞു. വലിയ ഒരു പ്രാധാന്യം മൊറീഞ്ഞോ ഇപ്പോൾ അദ്ദേഹത്തിന് കൽപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രീ സീസൺ മത്സരങ്ങളിലൊക്കെ എൻട്രിക്ക് നല്ല രൂപത്തിൽ കളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ നിലനിർത്താൻ ഹൊസെ മൊറീഞ്ഞോ തീരുമാനിക്കുകയായിരുന്നു. കൈവിടേണ്ടതില്ല എന്ന തീരുമാനം എടുക്കുകയായിരുന്നു. അതുകൊണ്ടാണ് മൊറീഞ്ഞോ അത് ബ്ലോക്ക് ചെയ്തത്. യുണൈറ്റഡിൻ്റെ ഒരു നീക്കം മൊറീഞ്ഞോ ബ്ലോക്ക് ചെയ്തുകൊണ്ട് എൻട്രിക്കിനെ നിലനിർത്താൻ തീരുമാനിച്ചു എന്നാണ് ഡയാരിയോ എസ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ഏതായാലും ആസ്റ്റൺ വില്ല, റോമ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്നിവരുടെ ശ്രമങ്ങളൊന്നും ഫലം കണ്ടിട്ടില്ല. എൻട്രിക്ക് റയലിൽ തന്നെ തുടരും എന്നുള്ളത് ഇപ്പോൾ സ്പാനിഷ് മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീണ്ടും കാണാം.